എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് ക്ഷേത്രം നേടുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾക്ക് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് നേരുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു കാര്യം കുഞ്ഞുകുട്ടികളുടെ ചോറും വിവാഹവുമാണ്. ഒരുപാട് വിവാഹങ്ങളും ഈ ചോറൂണുകളും സീസൺ കാലത്ത്, അതായത് ഈ കൃത്യമായ ഈ നിഷ്കർഷിത സമയം, അതായത് മുഹൂർത്ത സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം. അത് ഒന്നുകൂടി എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു വ്യാപ്തി കുറവാണെന്ന് സംശയമുണ്ട്. വളരെ അധികം വിവാഹങ്ങളും ചോറൂണുകളും ഒക്കെ ദൈനംദിനമായി സീസൺ, അതായത് ചിങ്ങമാസം എന്നൊക്കെ പറയുന്നത് ഗുരുവായൂരിൽ എപ്പോഴും ഓണക്കാലത്തിൻ്റെ ആ സമയം എന്ന് പറയുന്നത് എപ്പോഴും വിവാഹങ്ങളുടെ ഒരു മുഹൂർത്ത കാലം കൂടെയാണ്. ഒരുപാട് വിവാഹങ്ങൾ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ എല്ലാ വർഷവും അതിനകത്ത് റെക്കോർഡും ഗുരുവായൂർ ക്ഷേത്രം നേടാറുണ്ട്. ഇപ്രാവശ്യത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 416 വിവാഹങ്ങളാണ് ഒരു ദിവസം ചിങ്ങമാസത്തിലെ ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിങ്ങത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ആദ്യത്തെ ഞായറാഴ്ച 416 വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത്. ഇത് റെക്കോർഡ് വിവാഹങ്ങൾ. അതിന് മുൻപത്തെ കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു കണക്ക് കൂടിയാണ് ഈ 416 വിവാഹങ്ങൾ എന്ന് പറയുന്നത്. അന്ന് ആദ്യത്തെ ദിവസത്തെ കല്യാണം, അതായത് അന്നത്തെ ദിവസത്തെ ഞായറാഴ്ചത്തെ ആദ്യം നടന്ന കല്യാണം എന്ന് പറയുന്നത് കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള അർണവ് മോഹൻകുമാറും പഴയങ്ങാടി സ്വദേശിനിയായ വിദ്യ ആനന്ദുമായിട്ടായിരുന്നു അവരുടെ കല്യാണമാണ് കഴിഞ്ഞത്. 5 മണ്ഡപങ്ങളാണ് നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. ഇത് വിവാഹത്തിൻ്റെ തിരക്ക് കണക്കിലെടുത്തിട്ട് ദേവസ്വം ബോർഡ് അധികൃതർ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തവണ വിവാഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നിയന്ത്രിച്ചിരുന്നത്. 200-ലധികം പോലീസുകാരാണ് ഗതാഗതം നിയന്ത്രിക്കാനും ബാക്കിയുള്ള അന്വേഷണ സംഭവങ്ങളെയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇത്രയും തിരക്കുണ്ടായിട്ട് പോലും നഗരത്തിൽ യാതൊരുവിധ ഗതാഗത കുരുക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വാർത്തകളൊക്കെ പറയുന്നത്. ദർശനം, ചോറൂണം, പ്രസാദൂട്ട് എന്നിവയ്ക്ക് സ്വാഭാവികമായിട്ട് തിരക്ക് കുറവായിരുന്നു. വിവാഹത്തിരക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി വിവിധ കാര്യങ്ങൾ അധികൃതരൊക്കെ ചെയ്തിട്ടുണ്ടിരുന്നു. ഈ 440 യഥാർത്ഥത്തിൽ 416 വിവാഹങ്ങളാണ് നടന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ 444 വിവാഹങ്ങളായിരുന്നു കൃത്യമായ കണക്കുകളിൽ ഉണ്ടായത്. എന്നാൽ അവസാന സമയങ്ങളിൽ കുറച്ച് വിവാഹങ്ങൾ, ഏതാണ്ട് 28ഓളം വിവാഹങ്ങൾ ഒഴിവാകുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒഴിവായതോടുകൂടിയാണ് ഈ 416 എന്ന സംഖ്യയിലേക്ക് വിവാഹങ്ങളുടെ കണക്കുകൾ എത്തിയത് എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരുപക്ഷെ അത് ആ 28ഓളം വിവാഹങ്ങൾ വീണ്ടും ഉണ്ടായത് ഇതിനേക്കാൾ വലിയൊരു നമ്പറിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിവാഹം നടക്കുമായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം, നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്താനായിട്ട് കൃത്യമായി ഓൺലൈനായിട്ടുള്ള അതിന് സ്ലോട്ട് ഉണ്ട്. ആ സംവിധാനം വഴി നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ കൃത്യമായ തീയതികൾ വിവരങ്ങൾ നൽകിയിട്ട് വേണം ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം കഴിച്ചാൽ നമ്മളുടെ വിവാഹ രജിസ്ട്രേഷൻ, അതിനും പ്രത്യേക സംവിധാനമുണ്ട്. നിങ്ങളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക സംവിധാനം ക്ഷേത്രത്തിന് അടുത്ത് തന്നെയുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടർ വിവാഹങ്ങൾക്ക് വേണ്ടിയുണ്ട്. അവിടെ രജിസ്ട്രേഷൻ അന്ന് തന്നെ നിങ്ങൾക്ക് പൂർത്തിയാകുകയാണെങ്കിൽ പിന്നീട് ഒരു തവണ വീണ്ടും അത് രജിസ്ട്രേഷന് വേണ്ടി വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാകാം. എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഞായറാഴ്ച ദിവസത്തെ അവധിയൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും കൃത്യമായ വിവാഹ രജിസ്ട്രേഷൻ അവിടെ ഒരു പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ കൗണ്ടറിൽ നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് എന്നുള്ള കൂടി അറിഞ്ഞിരിക്കണം. അത് കൃത്യമായ രേഖകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി അതാ ചെയ്യാം. അതിന് മുൻപ് തന്നെ അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ക്ലാരിറ്റിയോ ഉണ്ടെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് എപ്പോഴും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആ ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് രേഖകൾ കയ്യിൽ കരുതേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ദിവസം എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും മറ്റൊരു കാര്യത്തിൽ കൂടി ഗുരുവായൂർ ദേവസ്വം വീണ്ടും വിവാഹങ്ങൾ നടത്തി 416ഓളം വിവാഹങ്ങൾ നടത്തി ഒരേ സമയം ഗുരുഭവനപുരി റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു റെക്കോർഡ് കൂടി ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കൂടി രജിസ്റ്റർ ചെയ്തതിനു ശേഷം കൃത്യമായി നിങ്ങളുടെ മുഹൂർത്തത്തിനനുസരിച്ചുള്ള ദിവസം കണ്ടെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്ന് വിവാഹം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. വിവാഹം നടത്തിക്കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞു, വിവാഹം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് കൃത്യമായി രജിസ്ട്രേഷനും പൂർത്തിയാകുകയാണെങ്കിൽ കൃത്യമായി ഈ നടപടിക്രമങ്ങൾ വളരെ ലളിതമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ശ്രേയസ്കരമായ ഒരു കാര്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹം എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ സാധാരണ രാവിലെ 5 മണി മുതലാണ് വിവാഹം നടക്കുന്നത്. 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വിവാഹത്തിൻ്റെ ചടങ്ങുകളുള്ളത്.
വിവാഹം എന്നാണോ ഉള്ളത് അതിന് 30 ദിവസത്തിനുള്ളിൽ ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ഔദ്യോഗിക സൈറ്റ് വഴി ടോക്കൺ ബുക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഞാൻ പറഞ്ഞു. തിരക്കുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിനകത്തെ പ്രത്യേക മണ്ഡപങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മണ്ഡപത്തിൽ നിന്ന് നിങ്ങൾ മാലയൊന്നും വാങ്ങിക്കൊണ്ട് പോകേണ്ട. തുളസിമാലയും നാദസ്വരവും എല്ലാ സംവിധാനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ ക്ഷേത്രത്തിന്റെ നടപടിക്രമങ്ങൾ പറയാനൊരു പ്രത്യേക ഒരു പൂജാരി, ഒരു ആളും നിങ്ങളുടെ മണ്ഡപത്തിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇതാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ക്ഷേത്രത്തിലെ വിവാഹമായി ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായ ദിവസം വെബ്സൈറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് തിരഞ്ഞെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അതാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് പ്രധാനപ്പെട്ട വിവരങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.